പക്ഷേ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 2009 ശേഷം ഏകദേശം 14 വർഷത്തിന് ശേഷം ഇപ്പോൾ സിംഗപ്പൂരിൽ വീണ്ടും PR ധാരാളമായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ PRകൾ സിംഗപ്പൂർ ഗവൺമെൻറ് കൊടുക്കുന്നത് നേഴ്സസിനാണ്. കാരണം നേഴ്സസിൻ്റെ ധാരാളം ഷോർട്ടേജ് സിംഗപ്പൂരിൽ ഉള്ളതുകൊണ്ട് തന്നെ സിംഗപ്പൂരിൽ ഒരു എംപ്ലോയറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു വിസിറ്റ് വിസ എടുത്ത് നിങ്ങൾ സിംഗപ്പൂരിൽ വന്നാൽ ഒരു ജോലി ഒരു എംപ്ലോയർ തരാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ നിന്നും ഒരു ജോബ് വിസയിലേക്ക് കൺവേർട്ട് ആകാൻ പറ്റും. നമസ്കാരം, ഞാൻ ബിൻസു. നമ്മൾ കുറച്ച് ദിവസം മുമ്പിട്ട സിംഗപ്പൂരിലേക്ക് IELTSO അല്ലെങ്കിൽ OETO ഇല്ലാതെ എങ്ങനെ സിംഗപ്പൂരിലേക്ക് ഒരു നേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വരാമെന്നുള്ള ആ ഒരു വീഡിയോയ്ക്ക് യൂട്യൂബിൽ ഭയങ്കരമായ റെസ്പോൺസാണ് നമ്മൾക്ക് കിട്ടിയത്. ഏകദേശം എനിക്ക് തോന്നുന്ന 1000-ന് മുകളിലുള്ള ആളുകൾ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുണ്ടായി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, വിസിറ്റ് വിസയിൽ സിംഗപ്പൂരിൽ വന്നിട്ട് നമ്മൾക്ക് ഒരു ജോലി കണ്ടെത്താൻ പറ്റുമോ, അതല്ലെങ്കിൽ ഈ നേഴ്സിംഗ് പോലെയുള്ള ജോലികൾക്കൊക്കെ ഡയറക്റ്റ് നമ്മൾ ഹോസ്പിറ്റലുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം. പിന്നെ അടുത്തതായിട്ട് കുറച്ച് പേര് ചോദിച്ച ഒരു ചോദ്യം, സിംഗപ്പൂരിലേക്ക് ഒരു വിസിറ്റ് വിസ നമ്മൾക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പിന്നെ ചിലരൊക്കെ ചോദിച്ച ഒരു ചോദ്യം, സിംഗപ്പൂരിലേക്ക് ഒരു വിസിറ്റ് വിസ എടുക്കണമെങ്കിൽ എന്ത് ചിലവാണ് ടോട്ടൽ വരിക എന്നുള്ളതാണ് കുറച്ച് പേര് ചോദിച്ചത്. ഇനി മറ്റു ചിലർ ചോദിച്ചത്, സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് ചാർജസ് അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ചാർജസ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഹോട്ടലിൽ താമസിക്കാനുള്ള ചിലവുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എക്സ്പെൻസീവ് ആണോ, നമുക്ക് ഇന്ത്യൻസിന് വളരെ അഫോർഡബിൾ റേറ്റിൽ കിട്ടുമോ എന്നുള്ളതാണ് ചില ആളുകൾ ചോദിച്ച വേറൊരു ചോദ്യം. അടുത്ത ചില ആളുകൾ ചോദിച്ച ഒരു ചോദ്യം, ഒരുപക്ഷെ നമ്മളിവിടെ വിസിറ്റിൽ വന്നതിന് ശേഷം നമ്മളൊരു ജോലി കണ്ടുപിടിക്കുന്നു. ഈ ജോലി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിസിറ്റ് വിസയിൽ നിന്നും ജോബ് വിസയിലേക്ക് സിംഗപ്പൂരിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചില ആളുകൾ ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു ഭാവി നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, സിംഗപ്പൂരിൽ നിങ്ങളൊരു വിസിറ്റ് വിസയിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വിസിറ്റ് വിസ എടുക്കുന്ന സമയത്ത് ആ വിസിറ്റ് വിസയിൽ ഗവൺമെൻറ് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഈ വിസയിൽ നിങ്ങൾ സിംഗപ്പൂരിൽ വന്നിട്ട് നിങ്ങൾ ജോലി തേടാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ വിസിറ്റ് വിസ എടുത്തിട്ട് സിംഗപ്പൂരിൽ വരും. സിംഗപ്പൂരിൽ വന്നതിന് ശേഷം ഇവരൊരു ജോലി കണ്ടുപിടിക്കും. ഇവരൊരു ജോലി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ വിസിറ്റ് വിസയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുകൊണ്ട് തന്നെ ഇവരൊരു ജോബ് വിസയിലേക്ക് കൺവേർട്ട് ആവും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചിലപ്പോൾ ഞാൻ ഈ ഇടുന്ന വീഡിയോയുടെ താഴെ വന്ന് ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്യും, അങ്ങനെ സാധിക്കില്ല അല്ലെങ്കിൽ അത് നടക്കില്ല എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഞാനൊരു 13 വർഷത്തോളം സിംഗപ്പൂരിൽ അനേകം ആളുകൾക്ക് ജോലി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ MOM അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് മാൻ പവറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫുകളുടെ റിക്രൂട്ടിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏകദേശം ഒരു 13 വർഷമായിട്ട് ഞാൻ സിംഗപ്പൂരിൽ ഒരു എംപ്ലോയറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു വിസിറ്റ് വിസ എടുത്ത് നിങ്ങൾ സിംഗപ്പൂരിൽ വന്നാൽ ഒരു ജോലി ഒരു എംപ്ലോയർ തരാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ നിന്നും ഒരു ജോബ് വിസയിലേക്ക് കൺവേർട്ട് ആകാൻ പറ്റും. പക്ഷേ അങ്ങനെ കൺവേർട്ട് ആകാൻ പറ്റുന്ന വിസകളുടെ കാറ്റഗറി നോക്കിയാൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് പാസ് എന്ന് പറയുന്ന ഒരു പാസ്സുണ്ട്. ഈ എംപ്ലോയ്മെൻറ്റ് പാസ് അല്ലെങ്കിൽ സിംഗപ്പൂരിൽ അതിന് EP എന്ന് പറയും. അപ്പോൾ EP എന്ന് പറയുന്ന ഈ ഒരു പാസ്സിലോ അതല്ലെങ്കിൽ S പാസ് എന്ന് പറയുന്ന ഒരു പാസ്സിലോ ആണ് നിങ്ങൾക്ക് കൺവേർട്ട് ആകാൻ സാധിക്കുക. പിന്നെ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു പാസ്സുണ്ട്. ഇത് ക്ലീനേഴ്സിന് അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പാസ്സാണ് വർക്ക് പെർമിറ്റ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളൊരു വിസിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ആകാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് പാസ്സിലോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് S പാസിലേക്കോ നിങ്ങൾക്ക് കൺവേർട്ട് ആകാൻ സാധിക്കും. എന്നാൽ ഒരു വർക്ക് പെർമിറ്റിൽ നിങ്ങളൊരു ജോലി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇന്ത്യക്ക് പോയി അതിനുശേഷം ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ആ ജോലിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് സിംഗപ്പൂരിലേക്ക് വരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നേരെ മലേഷ്യയിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ വിയറ്റ്നാമിലേക്കോ തായ്ലൻഡിലേക്കോ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നിങ്ങൾ എക്സിറ്റ് ആയതിനു ശേഷം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം വർക്ക് പെർമിറ്റ് അപ്രൂവ് ആയതിനു ശേഷം തിരിച്ച് നിങ്ങൾക്ക് സിംഗപ്പൂരിൽ വന്ന് നിങ്ങൾക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാം. എന്നാൽ എംപ്ലോയ്മെൻറ്റ് പാസോ അല്ലെങ്കിൽ S പാസോ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സിംഗപ്പൂരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസ അപ്രൂവ് ആയതിനു ശേഷം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് പാസിലോട്ടോ അല്ലെങ്കിൽ S പാസിലോട്ടോ നിങ്ങളുടെ വിസ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അതൊരു ജോബ് വിസയിലേക്ക് മാറാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീൻഷോട്ട് ഇത് സിംഗപ്പൂരിലെ മിനിസ്ട്രി ഓഫ് മാൻ പവറിൻ്റെ അതല്ലെങ്കിൽ MOMൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് പാസിലോട്ടോ അതല്ലെങ്കിൽ
എസ്പാസിലേക്കോ നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെന്നുള്ളത് സിംഗപ്പൂർ ഗവൺമെൻറ് തന്നെ പറയുന്ന അവരുടെ മിനിസ്ട്രി ഓഫ് മാൻ പവറിൻ്റെ അതല്ലെങ്കിൽ MOMൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിസ ഒരിക്കലും സിംഗപ്പൂരിൽ വന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാനോ ഉള്ള വിസ അല്ല എന്നുള്ളത് ആ വിസിറ്റ് വിസയുടെ താഴെ തന്നെ അവർ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂരിൽ വിസിറ്റ് വിസയിൽ വന്ന് ജോലി ചെയ്യുന്നതോ അത് കുറ്റമാണ് എന്നുള്ളത് സിംഗപ്പൂർ ഗവൺമെൻറ് തന്നെ എഴുതി വെക്കുകയും, എന്നാൽ ഇതിൽ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ വിസിറ്റ് വിസയിലുള്ളവർക്ക് എസ്പാസിലേക്കോ EPയിലേക്കോ കൺവേർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാറുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളത് സിംഗപ്പൂരിലെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഒരു വിരോധാഭാസം തന്നെയാണ്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നതോ അന്വേഷിക്കാതിരിക്കുന്നതോ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിയമം ഇതാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത ചോദ്യം, സിംഗപ്പൂരിലേക്ക് എങ്ങനെ ഒരു വിസിറ്റ് വിസ എടുക്കാം, അതല്ലെങ്കിൽ ഒരു വിസിറ്റ് വിസയുടെ ചിലവ് സിംഗപ്പൂരിൽ എത്രയാണെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ സിംഗപ്പൂരിലേക്ക് നിങ്ങളൊരു വിസിറ്റ് വിസ എടുക്കുകയാണെങ്കിൽ സിംഗപ്പൂരിലെ ഒരു വിസിറ്റ് വിസയ്ക്ക് സിംഗപ്പൂർ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30 സിംഗപ്പൂർ ഡോളറാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രൂപ ഏകദേശം 1800 രൂപ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തിലേക്ക് തന്നെ ഇത്രയും ചീപ്പായി വിസിറ്റ് വിസ കൊടുക്കുന്ന ഒരു രാജ്യം അത് സിംഗപ്പൂർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ $30 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലായാൽ പോലും ഒരു മാന്യമായ ഒരു ഹോട്ടൽ കയറി ഒരു ഫുഡ് കഴിക്കുന്ന പൈസയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ $30 എന്ന് പറയുന്നത്. അത്രയും ചെറിയ പൈസയാണ് സിംഗപ്പൂരിലേക്ക് ഒരു വിസിറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് സിംഗപ്പൂർ ഗവൺമെൻറ് നിങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമുക്ക് സിംഗപ്പൂരിൽ ഒരു വിസിറ്റ് വിസ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സിംഗപ്പൂരിലേക്ക് എങ്ങനെ നമുക്കൊരു വിസിറ്റ് വിസ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് 2 രീതിയിൽ സിംഗപ്പൂരിൽ നിങ്ങൾക്ക് വിസിറ്റ് വിസ എടുക്കാം. ഒന്നാമത്തത്, നിങ്ങൾക്ക് സിംഗപ്പൂരിൽ ഒരു പെർമനന്റ് റെസിഡൻറ്റ് അതല്ലെങ്കിൽ സിംഗപ്പൂരിലെ സിറ്റിസനായ ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ അവർ ലോക്കൽ സ്പോൺസർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അവർക്ക് സിംഗപ്പൂർ വിസ എടുത്തു തരാൻ പറ്റും. ഇനി ലോക്കൽ സ്പോൺസർ മുഖേന അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി PR അല്ലെങ്കിൽ സിറ്റിസനോ മുഖേന നിങ്ങൾ ഈ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വിസ അപ്രൂവ് ആവാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ വെറും 1 വർക്കിംഗ് ഡേയ്സ് ആണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ വിസ സബ്മിറ്റ് ചെയ്താൽ നാളെ വൈകുന്നേരത്തോടുകൂടി തീർച്ചയായിട്ടും നമുക്ക് വിസ അപ്രൂവ് ആയി കിട്ടും. രണ്ടാമത് സിംഗപ്പൂരിലേക്ക് വിസിറ്റ് വിസ എടുക്കാനുള്ള മറ്റു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം ആ ട്രാവൽ ഏജൻറ്റ് നിങ്ങൾക്ക് വിസ എടുത്തു തരും. അതിൻ്റെ ഫീസുകളെന്ന് പറഞ്ഞാൽ ഓരോ ഏജൻസികൾക്കും അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. ഈ 2 വേയിലാണ് നമ്മൾക്കിപ്പോൾ നിലവിൽ സിംഗപ്പൂരിൽ വിസിറ്റ് വിസ എടുക്കാൻ സാധിക്കുന്നത്. ഇനി സിംഗപ്പൂരിൽ ഓൺ അറൈവൽ വിസ സംവിധാനമുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾക്ക് ഇന്ത്യൻസിന് ഓൺ അറൈവൽ വിസ സംവിധാനം ഇപ്പോൾ നിലവിൽ സിംഗപ്പൂരിലില്ല. അതിനാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും സിംഗപ്പൂർ പെർമനന്റ് റെസിഡൻറ്റ് അല്ലെങ്കിൽ സിംഗപ്പൂർ സിറ്റിസനായ ഒരാളെ സമീപിക്കുക. അവർ നമ്മളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ വെറും $30 നിങ്ങൾക്ക് സിംഗപ്പൂരിലെ ഒരു വിസിറ്റ് വിസ എടുക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും എക്സാമ്പിൾ കേരളത്തിൽ നിന്നും സിംഗപ്പൂരിലേക്ക് എത്ര രൂപയാണ് സിംഗപ്പൂരിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചില ആളുകളൊക്കെ വിചാരിക്കും കേരളത്തിൽ നിന്നും സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റിനൊക്കെ വലിയ റേറ്റ് ആണെന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും സ്കൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഈ സ്കൂട്ട് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ അത് സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ അണ്ടറിലുള്ള ഒരു ഫ്ലൈറ്റാണ്. ഈ ഫ്ലൈറ്റിൽ ചില സമയത്ത് വെറും 5000 ഇന്ത്യൻ രൂപയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും സിംഗപ്പൂരിലേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ സിംഗപ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും വെറും 5000 രൂപയ്ക്ക് നമ്മൾക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സീസൺ നോക്കി അതല്ലെങ്കിൽ ടിക്കറ്റ് ഏറ്റവും ചീപ്പായിരിക്കുന്ന സമയം നോക്കി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് 10000 രൂപയ്ക്ക് സിംഗപ്പൂരിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം അത്രത്തോളം അഫോർഡബിൾ ആണ് നമ്മുടെ നാട്ടിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു വിസിറ്ററായിട്ട് നിങ്ങൾ സിംഗപ്പൂരിലെത്തിയാൽ അക്കോമഡേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ താമസം എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സിംഗപ്പൂരിൽ നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് $30 മുതൽ മുകളിലോട്ടുള്ള താമസ സൗകര്യം നിങ്ങൾക്ക് സിംഗപ്പൂരിൽ ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കിയാൽ ചെറിയ ബെഡ് സ്പേസ് പോലെയുള്ള താമസ സൗകര്യങ്ങളൊക്കെ ധാരാളം സിംഗപ്പൂരിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് $30 മുകളിലോട്ട് ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് സിംഗപ്പൂരിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം സിംഗപ്പൂരിലുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഫുഡിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഫുഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിംഗപ്പൂരിൽ ഫുഡ് കോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഫുഡ് കോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഒരു സ്ഥലത്ത് കിട്ടുന്നതിനെയാണ് ഫുഡ് കോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കോർട്ടുകളിൽ പോയി നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ $3 മുതൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് ഫുഡ് കോർട്ടുകളിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് $9. അപ്പം ഏകദേശം 400 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം സിംഗപ്പൂരിൽ നിന്നും നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസസ് നിങ്ങൾ സിംഗപ്പൂരിൽ വന്നതിന് ശേഷം നിങ്ങൾ നെറ്റ്സ് ഫ്ലാഷ് പേ എന്ന് പറയുന്ന ഒരു കാർഡോ അതല്ലെങ്കിൽ ഈസി ലിങ്ക് എന്ന് പറയുന്ന ഒരു കാർഡോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വിസ സൗകര്യമുള്ള ഒരു ATM കാർഡോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സിംഗപ്പൂരിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ ട്രെയിനിലോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സിംഗപ്പൂരിലേക്കുള്ള
നഴ്സിംഗ് ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇപ്പോഴും വന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന എങ്ങനെ ഈ ജോബിന് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ തംബ്നെയിലോ അതല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ആദ്യമോ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾ കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ ദിവസവും യൂട്യൂബിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലുമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് എനിക്ക് മെസ്സേജ് ചെയ്ത് ഓരോരോ സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാനൊരു ഹ്യൂമനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്ന വീഡിയോകളിലെല്ലാം തന്നെ ഞാൻ കൃത്യമായിട്ട് ആ ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതിൻ്റെ ലിങ്ക്, അതല്ലെങ്കിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും പലരും ചെയ്യുന്നത് വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് നേരെ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെ ഈ ജോബിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് വീഡിയോ കാണാതെ നേരെ വന്നിട്ട് ഇത്തരത്തിലുള്ള വേക്കൻസി ഉണ്ടോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ സംബന്ധമായി എന്തെങ്കിലും ഹെൽപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയിലായാലും സിംഗപ്പൂരിലായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ കഴിവുള്ള നല്ല മൈഗ്രേഷൻ ഏജൻസിനെ എനിക്കറിയാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ മുതൽ നിങ്ങളുടെ വിസ അപ്രൂവ് ആക്കി തരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, മൈഗ്രേഷൻ ഏജൻറ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വിസ ഏജൻറ്റും മൈഗ്രേഷൻ ഏജൻറ്റും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോഴും നമ്മുടെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ആഹാരം കഴിക്കുന്നത് ഹോട്ടൽ, യഥാർത്ഥത്തിൽ റെസ്റ്റോറൻ്റ് ആണ് ആഹാരം കഴിക്കുന്ന സ്ഥലം. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇതുപോലെയാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് മൈഗ്രേഷൻ ഏജൻറ് എന്ന് വെച്ചാൽ അവർക്ക് ജോലി കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആളെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു എംപ്ലോയർ നിങ്ങൾക്കൊരു ജോലി ഓഫർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് അത് ഗവൺമെൻറ്റിൽ കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ആ വിസ അപ്രൂവ് ആക്കി, അല്ലെങ്കിൽ ആ വിസയ്ക്ക് അപ്രൂവൽ വാങ്ങിത്തരാൻ കഴിവും പരിചയവും അനുഭവശേഷിയുമുള്ള ആളുകളാണ് മൈഗ്രേഷൻ ഏജൻറ് എന്ന് പറയുന്നത്. അവരൊരിക്കലും നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരുന്നവരല്ല. അപ്പോൾ നിങ്ങൾക്ക് മൈഗ്രേഷൻ ഏജൻറ്റുമായി ബന്ധപ്പെട്ട്, ഞാൻ വീണ്ടും പറയുന്നു, വിസ ഏജൻ്റ് അല്ല, നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരുന്ന ഏജൻ്റ് അല്ല, നിങ്ങൾക്കൊരു മൈഗ്രേഷൻ ഏജൻറ്റിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന മൈഗ്രേഷൻ ഏജൻറ്റുമാരുണ്ട്, നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആ ഒരു മൈഗ്രേഷൻ ഏജൻറ്റിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് എന്നോട് ഈ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കൊരു നേഴ്സായിട്ട് ജോലി കിട്ടി സിംഗപ്പൂരിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു 10-14 വർഷത്തെ സിംഗപ്പൂരിലെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങളിവിടെ താമസിച്ചാൽ നിങ്ങൾക്ക് ഫാമിലി വിസ, അതല്ലെങ്കിൽ PR, നിങ്ങൾക്ക് സിറ്റിസൺ, ഇങ്ങനെ ഒരു ഇടവേളകളിൽ കിട്ടും എന്ന് നിങ്ങൾ ധരിച്ചാൽ സിംഗപ്പൂർ അങ്ങനെയല്ല. ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അവിടുത്തെ ഗവൺമെൻറ്റിന് അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ അവർ തരുന്നു, ഇല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല നിങ്ങളൊരു നേഴ്സായിട്ട് സിംഗപ്പൂരിൽ വന്നാൽ നിങ്ങൾക്ക് ഫാമിലി വിസ കിട്ടും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഫാമിലി വിസ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ എംപ്ലോയർ ആരാണോ, നിങ്ങളുടെ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ അതൊരു ഹോസ്പിറ്റലായിരിക്കും, അതല്ലെങ്കിൽ മറ്റ് ജോലി തരുന്ന എംപ്ലോയർ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ എംപ്ലോയറോട് പറയുക നിങ്ങൾക്ക് ഫാമിലിയുടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറയുക. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പം അവരത് അപ്രൂവ് ചെയ്യും, ചിലപ്പോൾ അവരത് റിജക്റ്റ് ചെയ്യും. അത് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണമൊന്നും സാധാരണഗതിയിൽ അവർ നമ്മളോട് വെളിപ്പെടുത്താറില്ല. പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന കുറേയധികം നേഴ്സുമാർക്ക് ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകളുടെയൊക്കെ ഡിപ്പെൻഡൻറ്റ് വിസ റിജക്റ്റും ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, PR സിംഗപ്പൂരിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗ്യമാണ്. നമ്മൾ ചിലപ്പോൾ വന്നിട്ട് 6 മാസത്തിനകത്ത് PR കിട്ടിയ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന ഒരു പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ നേഴ്സായിട്ട്. ആ പുള്ളിക്കാരുടെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ നാട്ടിലായിരുന്നു. ഈ അടുത്ത സമയത്ത് അവർ PR അപ്ലൈ ചെയ്തു. നാട്ടിലിരുന്ന ഹസ്ബൻഡിനും പിള്ളേർക്കും ഈ സിംഗപ്പൂരിലുണ്ടായിരുന്ന പുള്ളിക്കാരിക്കും കൂടെ ചേർത്ത് എല്ലാവർക്കും കൂടെ PR കൊടുത്ത ഒരു കഥ എനിക്കറിയാൻ പറ്റും. എന്നാൽ 15 വർഷമായും 17 വർഷമായും 20 വർഷമായും സിംഗപ്പൂരിൽ സ്വന്തമായിട്ട് വീടും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും PR കൊടുക്കുമ്പോൾ അതൊക്കെ റിജക്റ്റ് ചെയ്ത് കളയുന്ന കേസുകളും എനിക്കറിയാം. സിംഗപ്പൂർ ഗവൺമെൻറ് PR കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, 2009 ശേഷം, ഏകദേശം 14 വർഷത്തിന് ശേഷം ഇപ്പോൾ സിംഗപ്പൂരിൽ വീണ്ടും PR ധാരാളമായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ PR
HR സിംഗപ്പൂർ ഗവൺമെൻറ് കൊടുക്കുന്നത് നേഴ്സസിനാണ്. കാരണം നേഴ്സസിൻ്റെ ധാരാളം ഷോർട്ടേജ് സിംഗപ്പൂരിൽ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ സിംഗപ്പൂരിലേക്ക് എങ്ങനെ നിങ്ങൾക്കൊരു നേഴ്സായിട്ട് വരാം എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് 3 രീതിയിൽ നിങ്ങൾക്ക് സിംഗപ്പൂരിൽ ഒരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോബ് സ്ട്രീറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. ഈ ജോബ് സ്ട്രീറ്റ് വെബ്സൈറ്റിൽ സിംഗപ്പൂരിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും അവരുടെ വേക്കൻസികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. മൂന്നാമത് നിങ്ങൾക്ക് സിംഗപ്പൂരിൽ വന്നതിന് ശേഷം നേരിട്ട് സിംഗപ്പൂരിൽ ഈ ഹോസ്പിറ്റലുകളുടെ HR അവർ അലോ ചെയ്യുവാണെങ്കിൽ അവരുടെ HR നേരിട്ട് കൊടുത്തും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾക്ക് ജോലി കയറാം. എനിക്കറിയാവുന്ന നമ്മുടെ മലയാളി കൊല്ലത്തുള്ള ഒരാളുടെ വൈഫ് ഇപ്പോൾ നിലവിൽ സിംഗപ്പൂരിൽ വന്നിട്ട് ഡയറക്റ്റ് HR കൊണ്ടുവന്ന് CV കൊടുത്ത് ആ പുള്ളിക്കാരിക്ക് ഇൻ്റർവ്യൂ പാസ്സായി ജോലി കിട്ടിയ കഥ എനിക്കിപ്പോൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നാട്ടിൽ നിന്ന് തന്നെ സിംഗപ്പൂരിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്. പക്ഷേ ഞാൻ ഒരു ഏജൻസിയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഗ്ലോബൽ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് എൻ്റെ വൈഫൊക്കെ വന്നത്. പക്ഷേ ഞാനും ആ ഏജൻസിയും തമ്മിൽ യാതൊരു ടൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഏജൻസികൾ വഴിയും നിങ്ങൾക്ക് സിംഗപ്പൂരിലേക്ക് നിങ്ങൾക്ക് ഒരു ജോലിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിംഗപ്പൂരിലേക്ക് നിങ്ങൾക്ക് ഒരു നഴ്സായിട്ട് വരണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ നിങ്ങൾക്ക് OET IELTS ഇങ്ങനെയുള്ള യാതൊരു കാര്യവും നിങ്ങൾ പാസ്സാവേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് SNB എക്സാം എന്ന് പറയുന്ന സിംഗപ്പൂർ നഴ്സിംഗ് ബോർഡിൻ്റെ ഒരു എക്സാം പാസ്സായിട്ട് സ്ട്രൈറ്റ് അവേ നിങ്ങൾക്ക് സിംഗപ്പൂരിലേക്ക് വന്ന് നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് നിങ്ങൾക്ക് സിംഗപ്പൂരിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൻ്റെ ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 93% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ബാക്കിയുള്ള 7% ആളുകളാണ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ റിയലി നിങ്ങളൊരു തൊഴിൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് നിങ്ങളുടെ ജീവിതം സേഫ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കാണുന്ന വീഡിയോ നിങ്ങളുടേതായിരിക്കില്ല. പക്ഷേ നാളെ വരുന്ന വീഡിയോ അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ നിസ്സാരം നിങ്ങൾ സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു ബട്ടണിൽ നിങ്ങളുടെ ആ വിരൽ ഒന്ന് ടച്ച് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ നാളെ വരുന്ന വീഡിയോയിൽ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേക്കൻസിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും മാറി മറിയാൻ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു തൊഴിലന്വേഷകനാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫഷനിലുള്ള നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള ഒരു ജോബ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ശരിക്കും നിങ്ങൾ തൊഴിലന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഓരോ വീഡിയോകൾക്കുള്ളിലും അനേകം വേക്കൻസികളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പം സിംഗപ്പൂരിലെ ജോലി സംബന്ധമായി ഇതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് സിംഗപ്പൂരിൽ നിന്നും അറിയേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സിംഗപ്പൂരിലെ വീട്ടുവാടക, സിംഗപ്പൂരിലെ ചെലവുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അടുത്തൊരു വീഡിയോ കൂടെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. വീണ്ടും കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.